മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തരംഗം. 29-ൽ 26 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ബി.ജെ.പി. സഖ്യം. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കാവി തരംഗം. 100 കടന്ന് മഹായുതി ലീഡ് ചെയ്യുന്നു. ഉദ്ധവ് ശിവസേന കോട്ടകൾ തകർന്നടിഞ്ഞതോടെ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ക്യാമ്പ്. താക്കറെയുടെ കുടുംബാധിപത്യത്തിന് കനത്ത തിരിച്ചടി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് 227 സീറ്റുകളിൽ 227 ഇടത്തും വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. അവിടെ 130 സീറ്റുകളിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് മഹായുതിയുടെ വിജയം കാണുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നീലിമ, 227 സീറ്റുകളിൽ 227 സീറ്റുകളിലും വോട്ടെണ്ണൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ബി.ജെ.പി. സഖ്യത്തിന് 130 സീറ്റുകൾ ഈ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. 72 സീറ്റുകളിൽ മാത്രമായി ഈ ശിവസേന ഉദ്ധവ് വിഭാഗം ഒതുങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന് 14 സീറ്റുകളിൽ അവർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 25 വർഷങ്ങൾക്ക് ശേഷം ശിവസേന ഇല്ലാതെ ബി.ജെ.പി. സഖ്യം ഭരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 114 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. 130 സീറ്റുകൾ ഇതിനോടകം തന്നെ ബി.ജെ.പി. സഖ്യം നേടി ഈ ഭരിക്കുന്നതിനാവശ്യമായ സംഖ്യ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നവി മുംബൈയിൽ ബി.ജെ.പി. 111 സീറ്റിൽ 73 സീറ്റുകൾ ബി.ജെ.പിയും 29 സീറ്റുകൾ ശിവസേന ഷിൻഡെ വിഭാഗവും ഇതിനോടകം നേടി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. 111 എണ്ണത്തിൽ 73 എണ്ണവും ബി.ജെ.പി. നേടിക്കഴിഞ്ഞിരിക്കുന്നു. 29 എണ്ണമാണ് നിലവിലിപ്പോൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് കിട്ടിയത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കേവലം 3 എണ്ണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പിംറി ചിന്ദ്വാഡിലും 75 സീറ്റുകൾ ബി.ജെ.പി. നേടിയിട്ടുണ്ട്. പൂനെയിൽ 87 സീറ്റുകൾ ബി.ജെ.പി. നേടി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. NCP അജിത് പവാറിനും ശരത് പവാർ വിഭാഗത്തിനും കൂടി 13 സീറ്റ്, അവരുടെ ബാസ്റ്റിയൺ എന്ന് പറയാവുന്ന സ്ഥലത്ത് 13 സീറ്റിൽ ഒതുങ്ങിപ്പോയ ചിത്രം കാണാൻ സാധിക്കുന്നു. താനെയിൽ 37 സീറ്റുകളിൽ ബി.ജെ.പി. മുന്നേറുന്ന ദൃശ്യങ്ങൾ കാണാനും സാധിക്കുന്നുണ്ട്. നാഗ്പൂരിൽ 113 സീറ്റിലേക്ക് ബി.ജെ.പി. കുതിക്കുന്ന കാഴ്ച അവിടെയും കാണാൻ സാധിക്കുന്നു. ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ 29-ൽ 26 ഇടത്തും ബി.ജെ.പി. എന്നുള്ളതാണ് കണക്ക്. മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടെങ്കിൽ അത് അവസാന ലാപ്പിലേക്ക് പോകുന്നു. ചെറിയ ചില വ്യത്യാസങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ട്. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് തിരിച്ചറിയാനും സാധിക്കും. എന്തായാലും BMC പിടിച്ചു, നാഗ്പൂർ പിടിച്ചു, നവി മുംബൈ പിടിച്ചു, താനെ പിടിച്ചു, സാംബാജി നഗർ പിടിച്ചു, പൂനെ പിടിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകൾ, നന്ദേഡ് അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം ബി.ജെ.പിയെ കാഴ്ചവെക്കുന്നു. ശ്രീകാന്ത്, 25 വർഷത്തിന് ശേഷം ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിയിലേക്ക് എത്തുകയാണ്. ശിവസേനയുടെ കോട്ടക്കൊത്തളങ്ങളിൽ വലിയ വിപ്ലവമാണ് ബി.ജെ.പി സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം ബി.ജെ.പിക്ക് സ്വന്തമായിരിക്കുന്നു. 130 സീറ്റിലാണ് ഇപ്പോൾ തേരോട്ടം. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.